ഈ രാഷ്ട്രീയത്തിൽ ഇടതായാലും വലതായാലും ഞാനൊരു പ്രത്യേക രാഷ്ട്രീയത്തിലെ ആളാണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിലെ ആളല്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സമരങ്ങളും അടികളും നടന്നു കഴിഞ്ഞാൽ ആളുകൾ രാഷ്ട്രീയം നോക്കാതെ വന്ന് ഇവിടെ വന്ന് ചികിത്സ തേടാറുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയം, അങ്ങനെ പല സന്ദർഭങ്ങളിലും ഇടതായാലും വലതായാലും BJP ആയാലും എല്ലാവരും അവിടെ ഒന്നുമില്ല സാർ. ഈ പ്രാണഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ ജാതി മതവും ഒന്നുമില്ല, ഉറപ്പായിട്ട് വന്നില്ല. എന്നാൽ അതിനേക്കാൾ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുമ്പോൾ BJP-ക്കാരും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം വളരെ സൗഹാർദ്ദത്തോടെ ഇവിടെ ചികിത്സ തേടി പോകാറുണ്ട്. അതാണ് ഒരു വളരെ സന്തോഷം. അവര് പലപ്പോഴും വ്യക്തിപരമായിട്ടല്ലല്ലോ സംഘടനകളെ, ആശയങ്ങളല്ലേ. അതെ അതെ. അപ്പൊ ഇവിടെ കിടക്കുമ്പോഴും അവിടെ ഒരു സംഘടനത്തിലുള്ള ഒരു ആശയം കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ നമസ്കാരം. നമ്മളിപ്പോ വിഴിഞ്ഞം തോപ്പിൽ മരപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീ കൊച്ചാപ്പി ആശാൻ ആൻഡ് രവീന്ദ്രൻ മെമ്മോറിയൽ ആയുർവേദ സിദ്ധമർമ്മ പാരമ്പര്യ ചികിത്സാ കേന്ദ്രം വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ്. ഈ കൊച്ചാപ്പി ആശാന്റെ കൊച്ചുമകനായ സുനിൽകുമാർ എന്ന ആനന്ദൻ ആണ്, അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ MD ആയിരിക്കുന്നതും ഇവിടുത്തെ ചികിത്സകൾ നിയന്ത്രിക്കുന്നതും. സാർ സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ യാത്ര, ഞാൻ കേരള കോളിംഗ് എന്നതിൻ്റെ യാത്ര കേരളത്തിൻ്റെ തെക്കേറ്റമായ കളിക്കോളയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞം പ്രദേശത്തേക്ക് എത്തി. വിഴിഞ്ഞത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞത്ത് ഇങ്ങനൊരു സ്ഥാപനം, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. ഈ കൊച്ചാപ്പി ആശാൻ എന്ന് പറയുന്നത് സാറിൻ്റെ അപ്പൂപ്പനാണ്. അതെ. അപ്പോൾ അദ്ദേഹമാണ് ഇത് സ്ഥാപിക്കുന്നത്. അതെ. അപ്പോൾ വർഷം എത്രയായിട്ടുണ്ടാവും? യഥാർത്ഥത്തിലെ കൊച്ചപ്പി ആശാന്റെ പിതാവ് യോഹന്നാൻ ആശാനാണ് ഈ ചികിത്സാ സമ്പ്രദായം ഈ പ്രദേശത്ത് ആദ്യമായി കൊണ്ടുവരുന്നത്. 4 തലമുറയായി. അദ്ദേഹത്തിൻ്റെ മകനാണ് കൊച്ചപ്പി ആശാൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് രവീന്ദ്രൻ വൈദ്യർ. രവീന്ദ്രൻ വൈദ്യരുടെ മകനാണ് ഞാൻ. ഇത് പാരമ്പര്യമായിട്ട് തന്നെ നിലനിന്ന് വരുന്ന ഒരു, പ്രത്യേകിച്ചും മർമ്മ ചികിത്സാ രംഗത്ത് തെക്കൻ കേരളത്തിൽ വളരെയേറെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനമാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ അധികം ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള തീരദേശവാസികളായാലും മറ്റ് വിദേശത്തുനിന്ന് വരുന്നവർ പോലും കോവളവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ഈ ഭാഗത്ത് വന്ന് ഒരു നിർദ്ദേശം തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ പോവുകയും അതല്ലെങ്കിൽ ഇവിടെ തന്നെ ചികിത്സ തേടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇങ്ങനെ വരാനുള്ള കാരണം കേരളം എന്നാണെങ്കിലും ശ്രീ കൊച്ചപ്പി ആശാൻ രവീന്ദ്രൻ വൈദ്യർ എന്നുള്ളത് വെച്ചിട്ടാണ് കേരളം ഹോസ്പിറ്റൽ എന്ന് വന്നത്. മെമ്മോറിയൽ. അതെ. സിദ്ധമർമ്മ പാരമ്പര്യ ആയുർവേദ സിദ്ധമർമ്മ. ഈ കൊച്ചാപ്പി ആശാൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. കൊച്ചപ്പി ആശാൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് യോഹന്നാൻ ആശാന്റെ ഫോട്ടോ നമുക്ക് ലഭ്യമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൈയെഴുത്ത് പ്രതികളെല്ലാം ഇന്ന് ലഭ്യമാണ്. രവീന്ദ്രൻ വൈദ്യർ. അത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലീലാബായി. മകനാണ് ഞാൻ. എനിക്ക് 4 സഹോദരിമാരാണ്. ബാക്കിയെല്ലാം എൻ്റെ ജ്യേഷ്ഠ ചേച്ചിമാരാണ്. ഏത് ഏരിയയിലുള്ളവരാണ് കൂടുതലും ആശ്രയിക്കുന്നത്? ഈ ഞങ്ങളിവിടെ ഈ തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണെങ്കിൽ പോലും ആ പ്രദേശത്തുള്ള ആളുകൾ വരാറുണ്ട്. അതിനേക്കാൾ ഉപരി ആറ്റിങ്ങൽ, ആലങ്കോട്, അഞ്ചൽ, മലേഷ്യ, സിംഗപ്പൂർ ആ ഭാഗങ്ങളിലൊന്നും വിദേശത്തൊന്നും പിന്നെ കോവളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഭാഗത്തൊന്നും വരുന്ന വിദേശികളും വന്നു പോകാറുണ്ട്. എന്ത് രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത്? കൂടുതൽ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ഡിസ്ലൊക്കേഷൻ, ഫ്രാക്ചർ, പിന്നെ വാദസംബന്ധമായ രോഗങ്ങൾ, നട്ടൽ സംബന്ധമായ രോഗങ്ങൾ, മേഘവാദം, ഇങ്ങനെയുള്ള പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ന്യൂറോ സംബന്ധമായ ഹെഡ് ഇഞ്ചറി വന്ന് വരുന്ന പല കേസുകളും എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനി ചികിത്സിച്ച് ഇനി പറ്റില്ല എന്ന് പറയും. ഇപ്പോഴും ഒത്തിരി പേര് അങ്ങനെ കിടപ്പുണ്ട്. ഇനി എന്തായാലും ഇല്ല എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ തുടങ്ങാറുണ്ട്. ഒത്തിരി പേരെ കിടത്തി ചികിത്സിക്കാറ് ഇപ്പോഴും ട്രീറ്റ്മെന്റ് ഉണ്ട്. കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകിച്ച് ചികിത്സാ സംവിധാനം, ഭക്ഷണ സംവിധാനം, പിന്നെ അവർക്ക് ചികിത്സിക്കുന്നതിനുള്ള റൂമുകൾ പ്രത്യേകിച്ചാണ്, താമസിക്കുന്നത് പ്രത്യേകിച്ചാണ്.
അത്തരത്തിലുള്ള ക്രമീകരണം. ചികിത്സ എന്ന് പറയുമ്പോൾ മറ്റേ ഒഴിച്ചിൽ പിഴിച്ചിൽ അങ്ങനെയൊക്കെ അതെല്ലാം ഉണ്ട്. മർമ്മ ചികിത്സയാണ് മെയിനായിട്ടെങ്കിലും ഞാൻ പാരമ്പര്യമായിട്ട് മർമ്മ ചികിത്സയും സിദ്ധ ഡിപ്ലോമ കോഴ്സ് പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം എൻ്റെ വൈഫ് എന്ന് പറയുന്ന ആയുർവേദ ഡോക്ടറാണ്. എൻ്റെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ മെഡിസിൻ പഠനത്താണ്. മോഡേൺ മെഡിസിനാണ് പഠിക്കുന്നതെങ്കിലും ഇവിടുത്തെ ഈ ചികിത്സാ സമ്പ്രദായത്തോടാണ് അവർക്ക് ഇപ്പോഴും താല്പര്യം. അവരിപ്പോഴും ഇതിലോട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യ ചികിത്സയും ആയുർവേദ ചികിത്സയും മോഡേൺ മെഡിസിനും എല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒരു ടോട്ടൽ പാക്കേജാണ് ഇപ്പോൾ ഉണ്ട്. ശരി. അപ്പോൾ ഈ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ, അതായത് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ലേ ഇവിടെ കൊടുക്കുള്ളൂ? ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇതിനകത്ത് തന്നെയാണ് ഭക്ഷണം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ക്യാൻറ്റീൻ സംവിധാനം, അത് വേറെ ആർക്കും വേണ്ടിയില്ല. ഇവിടെ കിടക്കുന്ന രോഗികൾക്കും കൂട്ടുകാർക്കും വേണ്ടി മാത്രം, വെളിയിലുള്ളവർക്കില്ല ഉള്ള ഭക്ഷണം സംവിധാനം തൊട്ടടുത്തായിട്ട് ഹോസ്പിറ്റലോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്? അത് ഈ മുക്കൂട്ട് കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പഥ്യങ്ങൾ അനുസരിച്ചുള്ള ഫുഡ് കൊടുക്കും. പഥ്യം എന്താണോ മരുന്ന് കൊടുക്കുന്നത് അത് അതിനനുസരിച്ചുള്ള പഥ്യാഹാരങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവും. അതും പഥ്യാഹാരവും മരുന്നും പിന്നെ സ്റ്റാഫുകളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം എല്ലാം പ്രധാന ഘടകമാണ്. ഇതിനകത്ത് ഒരു പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ അസുഖങ്ങളെല്ലാം വരുന്നത് ആഹാരം കഴിപ്പിൽ. അതെ അതെ, ആഹാരം ശരിയായാൽ രോഗമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഏത് ആഹാരം കഴിക്കണം എല്ലാവർക്കും അറിയാൻ പലർക്കും. നമ്മളിത് കഴിച്ചുകൂടാ എന്നൊക്കെ അറിയാം, പക്ഷേ നാവ് ചിലത് സമ്മതിക്കത്തില്ല. അതാണ് രുചി ഉണ്ടെന്ന് കഴിച്ചു പോകും. പക്ഷേ ഇവിടെ ചികിത്സ തേടി വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും ഞങ്ങൾ അതിനുള്ള പഥ്യക്രമങ്ങൾ പറയുകയും ഒരു കൃത്യനിഷ്ഠ ആ സമയാനുസരിച്ചുള്ള സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു ശീലം ഇവിടെ കിടക്കുന്നവരായി പോകുമ്പോൾ പിന്നെ അവർ വീട്ടിൽ പോയാലും ഓട്ടോമാറ്റിക്കായിട്ട് അത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് പല രോഗികളും എന്നോട് തിരിച്ചു വരുമ്പോൾ പറയാറുള്ളത്. ഡോക്ടർ, ഞങ്ങൾ ഇവിടെ നിന്നുള്ള ആ ഒരു ടൈം, രാവിലെ 8 മണിക്കുള്ള ആഹാരം, പിന്നെ 1 മണിക്കുള്ള ആഹാരം, വൈകുന്നേരം ജസ്റ്റ് ഒരു ടീ, പിന്നെ രാത്രി ഒരു 8 മണിക്ക് മുമ്പായിട്ടുള്ള ഭക്ഷണം, ഇത് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ രീതി. ഇത് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയാലും ഇത്തരത്തിൽ ക്രമീകരിച്ച് പോകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കുറേ രോഗങ്ങൾ ധാരാളം അതും മിതമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണമായിരിക്കും കൊടുക്കുക? ഇന്ന് റൈസ് തന്നെയാണ്, ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. അതോടൊപ്പം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണ്. പിന്നെ പഥ്യം അനുസരിച്ചുള്ള, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, പഥ്യം അനുസരിച്ചുള്ള ആഹാരം തന്നെയാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ അസുഖത്തിന് വന്നല്ല, ഇവിടെ ഉള്ള ആളുമല്ല, പുറത്തുനിന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിക്കുക ഒന്ന് ആഗ്രഹിച്ചാൽ എന്തായിരിക്കും അവിടെ ഭക്ഷണം? പഥ്യാഹാരമേ കിട്ടത്തുള്ളൂ. എന്തായിരിക്കും? അതായത് വെജിറ്റേറിയൻ ഭക്ഷണം. അതെ, വെജിറ്റേറിയൻ ഭക്ഷണമാണ് ലഭിക്കുക. അതോടൊപ്പം പിന്നെ താളിക്കാറില്ല, എണ്ണയുടെ ഉപയോഗം കുറവാണ്, എരി പുളിയൊക്കെ കുറവായിരിക്കും. പിന്നെ വള്ളിയിൽ കായ്ച്ച മലക്കറികളുടെ ഇതൊക്കെ കുറവായിരിക്കും. വള്ളിയിൽ കായ്ക്കുന്ന കുറേയൊക്കെ മലക്കറികളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കും മാക്സിമം. അത് പാടില്ല, അതൊക്കെ മാക്സിമം കൂട്ട് കഴിക്കുന്നവർക്ക് പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ തേങ്ങ ചുട്ട് അരയ്ക്കുന്ന ഒരു ശീലമുണ്ട്, ചുട്ടരപ്പിക്കും. അവിയൽ, പിന്നെ ഒരു ചമ്മന്തി, എല്ലാത്തിനും ഒരു അതിൻ്റെതായ ഒരു പഥ്യാഹാരം ആയിട്ട് തന്നെ ക്രമീകരിക്കും. അത് നമ്മൾ അസുഖം ഇല്ലെങ്കിൽ അത് കഴിച്ചു നോക്കുന്നതിന് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, ആർക്കും കഴിക്കാം. പക്ഷേ ഞങ്ങളിവിടെ കിടക്കുന്നവർക്കുള്ള അനുസരിച്ചാണ് ചെയ്യുന്നത്. അത് കഴിച്ച് ശീലിക്കുന്നത് നല്ലതാണ്, അസുഖം വരാതിരിക്കാൻ നല്ലത്. രോഗം വരുന്നതിന് മുമ്പേ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ ഭക്ഷണ രീതി കുറിച്ച് പറയുന്ന രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുക എന്നുള്ളത്, അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെയാണിത്. പ്രത്യേകിച്ച് ഉഷ്ണകാലമാണ്, ചൂട് അസാധ്യമായിട്ട് ഓരോ കാലവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്തുള്ള ചൂടല്ല നമ്മൾ അനുഭവിക്കുന്നത്. ഈ സമയത്ത് ആളുകൾ എന്ത് ശ്രദ്ധിക്കണം? സത്യത്തിൽ ഈ ചൂടിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇതൊക്കെ പൊള്ളിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ദൈവകൃപയാൽ ഈ പ്രദേശത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷിച്ച് വളരെ ചൂട് കുറവാണ്. അത് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവിടെ വെളിയിൽ ഇരുന്നപ്പോഴത്തേക്കും കിടക്കണം, ഉറങ്ങണമെന്ന് തോന്നി. അതെ, ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലമാണിത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയും ആ ഒരു അന്തരീക്ഷം നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ സമയങ്ങളിൽ അമിതമായിട്ടുള്ള ചൂടുള്ള ഭാഗങ്ങളിലോട്ട് യാത്ര ചെയ്യാതിരിക്കുക, നമ്മുടെ ഭക്ഷണങ്ങളിൽ തണുത്ത, അതായത് ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ഉപയോഗിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, പഴവർഗ്ഗങ്ങൾ അധികം കഴിക്കുക, പിന്നെ ഉച്ച സമയത്തുള്ള യാത്ര ഒഴിവാക്കുക, അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് എളുപ്പത്തിൽ ദഹിക്കുന്നതും ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. പിന്നെ ദഹനക്രിയ ശരിയായിരിക്കണം. അത്തരത്തിലുള്ള കാര്യം ക്രമീകരിക്കുമ്പോൾ മതിയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പോൾ ഈ പറഞ്ഞ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വളരെ കൂടുതലാണ്. അതെ, അപ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും?
ആർത്രൈറ്റിസ് അതെ 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 ആർത്രൈറ്റിസിന് നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ എല്ലാം നമുക്ക് 100% ശരിയാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിലല്ല ആർത്രൈറ്റിസ്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് നമ്മുടെ ബ്ലഡ് സംബന്ധമായി പ്രശ്നം വരാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഫുഡിൽ മാത്രം ക്രമീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് ESR വർദ്ധിക്കുന്നതിനും പിന്നെ അതോടൊന്നിച്ച് ആർത്രൈറ്റിസിൻ്റെ രോഗം വരുന്നതിനും പല കാരണങ്ങളാണ്. ആ കാരണത്തിനുള്ള ചികിത്സ ലഭിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കണ്ടെത്തുന്നതാണ് പ്രധാനം. അതെ. ശരിക്കും ഈ ഇത്രയും പാരമ്പര്യമുള്ളൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ പ്രമുഖരായിട്ടുള്ള പലരും ധാരാളം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായാലും ഒത്തിരി ആരുടെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഒരു പ്രൊഡ്യൂസർ ഇപ്പോഴും വന്നു പോകാറുണ്ട്. പിന്നെ ഒരു ഈ അടുത്ത സമയത്തായിട്ട് വന്നതെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉന്നത നേതാവ് വരാറുണ്ട്. പിന്നെ ഈ പ്രദേശവാസികൾ, സ്ഥല MLA എന്നിങ്ങനെ എല്ലാവരും ഈ സ്ഥാപനമായിട്ടും ചികിത്സ തേടി വരുന്നതാണ്. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയത്തിൽ ഇടതായാലും വലതായാലും ഞാനൊരു പ്രത്യേക രാഷ്ട്രീയത്തിലെ ആളാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല സഹകരണമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിലെ ആളല്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സമരങ്ങളും അടികളും നടന്നു കഴിഞ്ഞാൽ ആളുകൾ രാഷ്ട്രീയം നോക്കാതെ വന്ന് ഇവിടെ വന്ന് ചികിത്സ തേടാറുണ്ട്. അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ അങ്ങനെ പല സന്ദർഭങ്ങളിലും ഇടതായാലും വലതായാലും BJP ആയാലും എല്ലാവരും അവിടെ ഒന്നുമില്ല സാർ. ഈ പ്രാണഭയം വന്നു കഴിഞ്ഞാല് പിന്നെ ജാതി മതവും അതെ ഒന്നുമില്ല. ഉറപ്പായിട്ട് വന്നില്ല. എന്നാൽ അതിനേക്കാൾ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുമ്പോൾ BJP-ക്കാരും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും എല്ലാം വളരെ സൗഹാർദ്ദത്തോടെ ഇവിടെ ചികിത്സ തേടി പോകാറുണ്ട്. അതാണ് ഒരു വളരെ സന്തോഷം. അവര് പലപ്പോഴും വ്യക്തിപരമായിട്ടല്ലല്ലോ സംഘടനകള്, ആശയങ്ങളല്ലേ. അതെ അതെ. അപ്പൊ ഇവിടെ കിടക്കുമ്പോഴും അവിടെ ഒരു സംഘടനത്തിലുള്ള ഒരു ആശയം വിട്ടുകൊടുത്ത് ചിലപ്പോൾ പക്ഷെ ഇവിടെ തന്നെ സംഘടനത്തോട് താല്പര്യം രണ്ടുപേരും ഒരേ സമയത്ത് പ്രശ്നം നടത്തിയിട്ടൊന്നും ഇവിടെ കിടന്നാലും വളരെ സൗഹാർദ്ദത്തോടെ ഇവിടെ പോകാറുണ്ട്. ഇവര് മൂന്നുപേരും ഒരേ ആവശ്യത്തിലാണ് വന്നത്, ചികിത്സ ആരോഗ്യം വീണ്ടെടുക്കണം. പ്രത്യേകിച്ചും മർമ്മ ചികിത്സ അടി വീഴ്ചകൾ മുഖാന്തരം ഒത്തിരി കേടുകൾ വരാറുണ്ട്. പിന്നെ തലയ്ക്ക് അടിപറ്റിയിട്ട് ഓർമ്മ നശിച്ച് വർഷങ്ങളായിട്ട് ചലനമറ്റ് കിടക്കുന്ന രോഗികളോടും ചികിത്സയായിട്ട് നല്ല സൗഖ്യം പ്രാപിച്ചു പോയി. ഈ അടുത്ത സമയത്തായിട്ട് തൃച്ചിക്കപ്പുറത്തുനിന്ന് ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെയും വെല്ലൂരെല്ലാം പോയിട്ട് ഇനി ഇപ്പോഴൊന്നും ചികിത്സിക്കണ്ട, ഇനി ചെയ്തിട്ട് കാര്യമില്ല, കുറേ ആൾ അവിടെ റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പോൾ ചികിത്സ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കിടന്നൊരു കേസ് ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കാനോ പുള്ളിക്ക് ചെയറിലിരിക്കാനോ കഴിയത്തില്ല, ബാലൻസ് തെറ്റി താഴെ വീണു. രണ്ടുപേര് പിടിച്ചുകൂട്ടിയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ അടുത്ത സമയത്ത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കളി ഇപ്പോൾ 2 ദിവസം മുമ്പ് വന്നപ്പോൾ അയാൾ സുന്ദരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോയി. ഇവിടെ 1 മാസം കിടക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ നടന്നിട്ടാണ് പോയത്. ഇപ്പോൾ വന്നപ്പോൾ ഒരു പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ന്യൂറോ സംബന്ധമായ ഒരുപാട് കേസുകൾ നമ്മളിവിടെ ട്രീറ്റ്മെന്റിൽ പ്രത്യേകമായിട്ട് രോഗികളോട് നിഷ്കർഷിക്കുന്നത് നമ്മൾ പാലിക്കാൻ കർശനമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് പ്രധാനമായിട്ടും? ഈ ഭക്ഷണമാണോ അല്ലെങ്കിൽ ഭക്ഷണം എന്നല്ല, മരുന്ന്. ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഒരു രോഗി കൃത്യമായിട്ട് 3 മാസം മരുന്ന് കഴിക്കണം. ചില രോഗികൾക്ക് പിന്നെയും ഒരു 8 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ പിന്നെയും ചികിത്സ തേടേണ്ടി വരും. അതെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുന്ന കേസുണ്ട്. ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്തു പോകുന്നതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 3-4 മാസത്തോളം ആഹാരത്തിലൊന്ന് ക്രമീകരണം ചെയ്യണം. പിന്നെ ഞങ്ങളിവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ബാൻഡേജ് ചെയ്യട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർക്കും സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരാനില്ല. പിന്നെ ഫുഡിലുള്ള നിയന്ത്രണം കുറേ ഉണ്ടാവും. എന്തായാലും ഇവിടുത്തെ മരുന്നായാലും ഇവിടുത്തെ ചികിത്സാ രീതിയായാലും ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് പക്ഷേ ഇവിടുത്തെ ഞാൻ കൂടുതൽ ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുന്നത്, എന്ത് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ രോഗം വരാതിരിക്കാമെന്നുള്ളൊരു അന്വേഷണം ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറ്റുമെങ്കിൽ എനിക്ക് ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഈ ഭക്ഷണം എന്തൊക്കെയാണെന്നോ അന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ അതും കൂടെ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കേരം ഹോസ്പിറ്റലിൻ്റെ ഒരു പാരമ്പര്യവും ഇവിടുത്തെ ഒരു ചികിത്സാ രീതിയും എങ്ങനെ ഇവിടെ വരുന്നവരൊരു രോഗവിമുക്തരായിട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ അറിയാമെന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഉറപ്പായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഈ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അതിൽ തന്നെ ആവശ്യമില്ലാത്തത് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഓരോ കുറയ്ക്കാം. അതെ, ഒരു പരിധി തീർച്ചയായിട്ടും. ഇതിനകത്ത് മാത്രമല്ല അസുഖങ്ങൾ വരുന്നത്. ഇതൊരു ഇവിടെ ഒരു ഇപ്പോഴത്തെ ഞാനത് പറഞ്ഞാൽ ശരിയല്ല, എന്നാലും പറയുന്നത് ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ പല ഹോസ്പിറ്റലുകളും, ഞാനും ഹോസ്പിറ്റലാണ് നടത്തുന്നത്, ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ദൈവകൃപയാൽ
നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആണെന്ന് ചോദിച്ചാണ്. പക്ഷേ ബിസിനസ് എന്നുള്ളതിനേക്കാൾ ശരിക്കും ഒരു സേവനം എന്നുള്ളൊരു കാര്യം ദൈവകൃപയിൽ ഈ സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട്. ആരോഗ്യ മേഖല സേവനമാണ്, വിദ്യാഭ്യാസ മേഖല സേവനമാണ്, അങ്ങനെ സേവന മേഖലയാണ്. സേവനത്തിൽ നിന്ന് വിട്ടുപോകുന്നിടത്താണ് ഇതെല്ലാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ആയുർവേദം എന്ന് പറഞ്ഞാലോ മറ്റ് ചികിത്സ ഇങ്ങനെ ഉള്ളതെല്ലാം ഒരു തട്ടുകൂട്ടാണ്, അല്ലെങ്കിൽ ഒരു സുഖചികിത്സ ആണ്, അല്ലെങ്കിൽ പഞ്ചകർമ്മ ചികിത്സയാണ്. പഞ്ചകർമ്മ ചികിത്സ ആവശ്യമാണ്. പക്ഷേ ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാലും ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും ഇപ്പോൾ വിട്ടുപോകുന്നു. ഇതൊരു സുഖ മസാജ് ഫോറിനേഴ്സിനൊക്കെ വേണ്ടി വെറുതെ ഒന്ന് തട്ടിക്കൂടുന്ന ഒരു ചിന്താഗതി പോലും ചിലർക്കുണ്ട്. പക്ഷേ ധാരാളം പേരിപ്പോൾ ഇതിൻ്റെ ആയുർവേദത്തെക്കുറിച്ചും സിദ്ധവൈദ്യത്തെക്കുറിച്ചും മർമ്മ ചികിത്സയെക്കുറിച്ചൊക്കെ ഒത്തിരി ആളുകൾ തിരിച്ചും വരുന്നുണ്ട് ഇപ്പോൾ. അതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് സാർ പറഞ്ഞൊരു കാര്യമാണ്, ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എവിടെയാണ് സത്യസന്ധമായി ശരിക്കും ജെന്യുവനായിട്ടുള്ള ചികിത്സ കിട്ടുന്നത്? ഞാൻ ഇവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒത്തിരി അനുഭവങ്ങളാണ്. പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുള്ള ചികിത്സാ രീതി ഉണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഞാനായാലും എൻ്റെ മകനായാലും എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഈ ചികിത്സാ രംഗത്ത് കണ്ടും കേട്ടും പഠിച്ചു. ഫ്രാക്ചർ കേസൊക്കെ എന്ന് പറഞ്ഞാലും വാദസംബന്ധമായ രോഗങ്ങളായാലും ഇതെല്ലാം ഒത്തിരി ഇവിടെ ചികിത്സിക്കാറുണ്ട്. ഒത്തിരി പറഞ്ഞാൽ തീരാത്ത പല രോഗങ്ങളും, തീരാരോഗമെന്ന് സംശയിക്കപ്പെടുന്ന പല രോഗങ്ങൾക്കും ദൈവകൃപയിലൂടെ ചികിത്സ ലഭിച്ചു പോകുന്നു. പ്രധാനമായിട്ടും ഈ കാലങ്ങളുടെ പാരമ്പര്യമുള്ള ചികിത്സാലയം ഇവിടെ ഉണ്ട്, ഈ വിഴിഞ്ഞം പ്രദേശത്തുണ്ട് എന്നുള്ളത് കൂടാതെ എങ്ങനെ ജീവിതം ക്രമീകരിക്കണം, അതിലൂടെ അസുഖത്തെ ഒഴിവാക്കി നിർത്താം ഒരു പരിധിവരെ. എല്ലാം ഭക്ഷണം നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ പറഞ്ഞാൽ ദൈവകൃപയാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് പരിധി വരെ മാറ്റി വയ്ക്കാൻ പറ്റും. അതിനപ്പുറം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വയ്യാതായിട്ട് പിന്നെ നമ്മൾ തന്നെ വേദന സഹിക്കണേ, ഞാൻ തന്നെ സഹിച്ചു പറ്റും. എനിക്ക് തലവേദന ഉണ്ടെങ്കിൽ സാറിന് മരുന്ന് തരാനല്ലേ പറ്റുള്ളൂ. കുറച്ച് വേദന സാറിന് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശരിയാവും. ശരി, അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. വളരെ സന്തോഷം സാർ. നമ്മൾ ഞങ്ങൾ ആ ഭക്ഷണത്തിന് ശരി, ഉറപ്പായിട്ടും. ഓക്കെ, പോയിട്ട് ഈ കറി എന്താണ്? ഇത് ചോറ് സാധാരണ അരി തന്നെയാണല്ലേ? ഒഴിക്ക് കറി എന്താണ്? ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും. എന്ത് കറിയാണ് ഒഴിക്കുന്നത്? ഒഴിച്ച കറി എന്താണ്? അതെന്താണ്? അതും പച്ചക്കറിയാണോ? ഒഴിച്ചോ. എന്ത് തക്കാളിയോ? അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് ഓയിലൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ ഉപ്പൊക്കെ ഇടുമോ? ശരി, ഉപ്പും ഉണ്ടാകും. ഇത് തക്കാളി കറി ഒക്കെയാണ് ഒഴിച്ച്. ഇത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുപയറൊക്കെ ഇട്ടൊരു കറിയാണ്. പിന്നെ ചമ്മന്തി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യമില്ലാതെ എന്തിനാണ് നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുന്നത്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കൃത്യം 7 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം രാവിലെ 8 മണി, 1 മണി, വൈകിട്ട് 7-7:30 രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കും.